Hi students, welcome back to MR Physics tutorial. Motion in a straight line എന്ന ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്നീ കൺസെപ്റ്റുകളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ആവറേജ് സ്പീഡ് എന്ന കൺസെപ്റ്റാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഒബ്ജക്റ്റ് എ എന്ന പൊസിഷനിൽ നിന്നും എ എന്ന പ്ലേസിൽ നിന്നും ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പ്ലേസിലേക്ക് എത്തും. ഒരു ഒബ്ജക്റ്റ് എ എന്ന് പറയുന്ന പ്ലേസിൽ നിന്നും ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്തിട്ട് എവിടെ എത്തുന്നു? ബി എന്ന് പറയുന്ന പ്ലേസിലേക്ക് എത്തുന്നു. അപ്പൊ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അത് 100 മീറ്റർ ആണെന്ന് കരുതുക. ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ. ഈ 100 മീറ്റർ അത് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈം അത് 20 സെക്കൻഡ് ആണെന്ന് കരുതുക. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് എ എന്ന പ്ലേസിൽ നിന്നും 100 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് 20 സെക്കൻഡ് കൊണ്ട് എവിടെ എത്തുന്നു? ബി എന്ന പ്ലേസിൽ എത്തുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുക, ഈ ഒബ്ജക്റ്റ് 20 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 100 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? 20 സെക്കൻഡിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തതെങ്കിൽ ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 100 മീറ്റർ ഡിവൈഡഡ് ബൈ 20 സെക്കൻഡ്, ദാറ്റ് ഈക്വൽസ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 5 മീറ്റർ. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ ഈ ഒബ്ജക്റ്റ് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് നോക്കി, അത് 100 മീറ്റർ ആണ്. അതിനെ ആ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടോട്ടൽ ടൈം കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിച്ചത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? ടോട്ടൽ ഡിസ്റ്റൻസിനെ ആ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടോട്ടൽ ടൈം കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് divided by total time. ഇതാണ് ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ആവറേജ് സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് ദ റേഷ്യോ ഓഫ് total distance traveled by that object to the total time taken. Average speed of an object is the ratio of total distance traveled by that object to the total time taken. എന്താണ് ആവറേജ് സ്പീഡിന്റെ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ ഈ ഒബ്ജക്റ്റിന്റെ ആവറേജ് സ്പീഡ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഈ ഒബ്ജക്റ്റ് ഒരു സെക്കൻഡിൽ ആവറേജ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു? 5 മീറ്റർ എന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ 5 മീറ്റർ എന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് ത്രൂ ഔട്ട് ദി മോഷൻ ഈ ഒബ്ജക്റ്റ് എല്ലാ ഒരു സെക്കൻഡിലും 5 മീറ്റർ ആണ് ട്രാവൽ ചെയ്തത് എന്നതിന് അർത്ഥമുണ്ടോ? അങ്ങനെയില്ല. സപ്പോസ് ഈ ഒബ്ജക്റ്റ് ഫസ്റ്റ് ആദ്യത്തെ ഒരു സെക്കൻഡിൽ 5 മീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ അടുത്ത ഒരു സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് 6 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അടുത്ത ഒരു സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് 4 മീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് 1 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് 5 മീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ രീതിയിൽ ഓരോ സെക്കൻഡിലും ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഈ ഒബ്ജക്റ്റിന്റെ ആവറേജ് സ്പീഡ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ ഒബ്ജക്റ്റ് ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അതിനെ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്തെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. സപ്പോസ് ഈ ഒബ്ജക്റ്റ് എല്ലാ ഒരു സെക്കൻഡിലും 5 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത് എന്ന് കരുതുക. ഈ ഒബ്ജക്റ്റ് എല്ലാ ഒരു സെക്കൻഡിലും 5 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നു എന്ന് പറയാം, അല്ലെ? ഈ ഒബ്ജക്റ്റ് എല്ലാ ഒരു സെക്കൻഡിലും 5 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്താണ്? ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് യൂണിഫോം സ്പീഡ് ആണെന്ന് നമ്മൾ പറയും.
ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്താണ്? യൂണിഫോം സ്പീഡാണ്. ഫസ്റ്റ് 1 സെക്കൻഡിൽ അത് 5 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. അടുത്ത 1 സെക്കൻഡിലും 5 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. അടുത്ത 1 സെക്കൻഡിലും 5 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒബ്ജക്റ്റിന്റെ മോഷൻ. അതായത് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ആ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഈ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്ത് സ്പീഡാണ്? യൂണിഫോം സ്പീഡാണ്. സ്പീഡിൽ എന്തില്ല? വേരിയേഷൻ ഇല്ല. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ കേസ് ആണെങ്കിലോ, ഫസ്റ്റ് 1 സെക്കൻഡിൽ അത് 5 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. അടുത്ത 1 സെക്കൻഡിൽ 6 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. നെക്സ്റ്റ് 1 സെക്കൻഡിൽ 4 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലോ ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? വേരി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്തല്ല? യൂണിഫോം അല്ല, നോൺ യൂണിഫോം സ്പീഡാണ്. ആ കേസിൽ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്താണ്? നോൺ യൂണിഫോം ആണ്, നോൺ യൂണിഫോം സ്പീഡാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്താണ്? യൂണിഫോം ആണ്. എന്നാൽ ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല കവർ ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എന്ത് സ്പീഡാണ്? നോൺ യൂണിഫോം സ്പീഡാണ്. ഓക്കെ, രണ്ട് കേസിലും നമ്മൾ എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അതാണ് എന്ത്? ആവറേജ് സ്പീഡ്. ഇനി നമ്മൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം വാഹനങ്ങളിൽ എന്തുണ്ട്? സ്പീഡോമീറ്റർ ഉണ്ട് അല്ലേ? അപ്പൊ ആ സ്പീഡോമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് എന്ത് സ്പീഡാണ്? ആ സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. നമ്മൾ ഒരു വെഹിക്കിളിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ബൈക്കിലോ കാറിലോ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്പീഡോമീറ്ററിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും സ്പീഡോമീറ്ററിന്റെ നീഡിൽ 40 എന്ന റീഡിങ്ങിന് നേരെയാണുള്ളതെങ്കിൽ നമ്മൾ പറയും ആ വെഹിക്കിളിന്റെ സ്പീഡ് 40 km/h ആണെന്ന് പറയും. നേരെ മറിച്ച് നമ്മൾ 60 എന്നാണ് കാണുന്നതെങ്കിലോ ആ ഇൻസ്റ്റന്റിൽ ആ വെഹിക്കിളിന്റെ സ്പീഡ് എത്രയാണ്? 60 km/h ആണ്. ചിലപ്പോൾ വെഹിക്കിള് ബ്ലോക്കിലൊക്കെ പെട്ട് റെസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നീഡിൽ എന്താ കാണിക്കുക? 0 എന്നാണ് കാണിക്കുക. അപ്പൊ ആ ഇൻസ്റ്റന്റിൽ ആ വെഹിക്കിളിന്റെ സ്പീഡ് എത്രയാണ്? 0 km/h ആണ്. അപ്പോൾ സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, നമ്മൾ എപ്പോഴാണോ സ്പീഡോമീറ്റർ നോക്കുന്നത് ആ ഇൻസ്റ്റന്റിൽ നമ്മൾ കാണുന്ന സ്പീഡ് അതെന്ത് സ്പീഡാണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. എന്ത് സ്പീഡാണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ആവറേജ് വെലോസിറ്റി എന്ന കൺസെപ്റ്റാണ്. നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ആ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒരു ഒബ്ജക്റ്റ് എ എന്ന പൊസിഷനിൽ നിന്നും പ്ലേസിൽ നിന്നും 100 മീറ്റർ ട്രാവൽ ചെയ്യുന്നു അല്ലെ? 100 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. ഈ ഒരു പാത്തിലൂടെ 100 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. എത്ര ടൈം കൊണ്ട്? 20 സെക്കൻഡ് കൊണ്ട്. ഇവിടെ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ ആണ്. അതിന് വേണ്ടി എടുത്ത ടൈം എത്രയാണ്? 20 സെക്കൻഡ് ആണ്. ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ വേണ്ടി എടുത്ത ടൈം 20 സെക്കൻഡ് ആണ്. ഇനി ഇവിടെ എന്താണ് ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്? നമ്മൾക്കറിയാം എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് വരക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതിന്റെ ലെങ്ത് ആണെന്ത്? ഈ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റിന് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. സപ്പോസ് ഇവിടെ ഈ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് അത് 80 മീറ്റർ ആണെന്ന് കരുതുക. ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 80 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആവറേജ് വെലോസിറ്റി? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ആവറേജ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാം? ആവറേജ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദാറ്റ് ഒബ്ജക്ട് ടു ദി ടോട്ടൽ ടൈം ടേക്കൺ. ഓക്കെ, ഇതാണ് ആവറേജ് വെലോസിറ്റി എന്ന കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? 80 മീറ്റർ ഡിവൈഡഡ് ബൈ 20 സെക്കൻഡ്. That equal to 4 meter per second. ഇതാണ് ഈ ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ ആവറേജ് വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഓരോ സെക്കൻഡിലും
ഒരു സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 4 മീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 4 മീറ്റർ ആണ്. അതാണ് ആവറേജ് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ത്രൂ ഔട്ട് ദി മോഷൻ ഓരോ സെക്കൻഡിലും, അതായത് എല്ലാ ഒരു സെക്കൻഡിലും ഈ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് 4 മീറ്റർ എന്ന് തന്നെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്ത് വെലോസിറ്റി ആണെന്ന് പറയാം? യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാം. യൂണിഫോം വെലോസിറ്റി, അതായത് എല്ലാ ഒരു സെക്കൻഡിലും ഈ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് 4 മീറ്റർ തന്നെയാണെന്ന് കരുതുക ത്രൂ ഔട്ട് ദി മോഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദിസ് ഒബ്ജക്റ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ദിസ് ഒബ്ജക്റ്റ് ഹാസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിക്ക് എന്ത് വെലോസിറ്റി എന്നാ പറയാ? യൂണിഫോം വെലോസിറ്റി എന്നാണ് പറയാ. സപ്പോസ് ഈ ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് അല്ല ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഉണ്ടാവുന്നതെന്ന് കരുതുക. അതായത് എല്ലാ ഒരു സെക്കൻഡിലും ഈ ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയല്ല? 4 മീറ്റർ അല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. നോൺ യൂണിഫോം വെലോസിറ്റി. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്ന കൺസെപ്റ്റ് യൂണിഫോം മോഷൻ എന്ന കൺസെപ്റ്റാണ്. എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എന്തായിരിക്കും എന്ന് പറഞ്ഞു? യൂണിഫോം ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ മോഷനെ നമുക്ക് എന്തെന്ന് പറയാം? യൂണിഫോം മോഷൻ എന്ന് പറയാം. അപ്പൊ എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ യൂണിഫോം മോഷൻ എന്ന് നമ്മൾ പറയുന്നത്? ഇഫ് എൻ ഒബ്ജക്റ്റ് ഹാസ് equal displacement in equal interval of time, then its motion is said to be uniform. ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ആണെങ്കിൽ, ഒരു ഒബ്ജക്റ്റിന് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ മോഷൻ എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. അപ്പോൾ യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? യൂണിഫോം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റിയിൽ എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർമ്മിക്കുക. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്ന കൺസെപ്റ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്? സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, അല്ലെ? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുന്ന സ്പീഡ് എത്ര? അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറയുന്ന സമയത്ത് നമ്മൾ ടൈം ഇന്റർവൽ വളരെ വളരെ ചെറുതായിട്ടാണ് കൺസിഡർ ചെയ്യുക. അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ടൈം ഇന്റർവലെ വളരെ ചെറുതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ സപ്പോസ് നമുക്ക് നോക്കുക, ഒരു ഒബ്ജക്റ്റിന് ഡെൽറ്റ ടി എന്ന സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിൽ, ഡെൽറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചെറുത് എന്നാണ് അർത്ഥം. അപ്പോൾ ഡെൽറ്റ ടി എന്ന സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിൽ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് മീറ്റർ ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന്. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഒബ്ജക്റ്റിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറയണമെങ്കിൽ ഡെൽറ്റ ടിന്റെ വാല്യൂ ഓൾമോസ്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. 0 അടുത്ത് കിടക്കണം, അല്ല? വളരെ വളരെ ചെറിയ ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എഴുതുക? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും? ലിമിറ്റ് എന്ന് പറയുന്ന ഒരു മാത്സിന്റെ ആപ്ലിക്കേഷൻ നമ്മളിവിടെ ഉപയോഗിക്കും. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡെൽറ്റ ടി എന്തിനോട് അടുക്കുന്നു? 0യോട് അടുക്കുന്നു. അതായത് ഡെൽറ്റ ടി ടൈം ഇന്റർവെലിന്റെ വാല്യൂ വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v ഈസ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇതിന് നമ്മൾ എന്താ എഴുതുകയെന്ന് അറിയോ? v ഈസ് ഈക്വൽ ടു dx by dt എന്നാണ് എഴുതുക. v ഈസ് ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ dt എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്ന് നമ്മൾ പറയും. dx ഡിവൈഡഡ് ബൈ dt മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ.
അതായത് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ? v ഈസ് ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ dt. വെലോസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്? സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വെഹിക്കിളിലെ സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് എന്ത് സ്പീഡാണ്? അത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്. ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. ദ സ്പീഡോമീറ്റർ ഓഫ് എ വെഹിക്കിൾ മെഷേഴ്സ് ഡാഷ്. എന്താണ് മെഷർ ചെയ്യുന്നത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്. ഇനി സ്പീഡിനെയും വെലോസിറ്റിയെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? എന്തൊക്കെയായിരിക്കും സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, സ്പീഡ് ഒരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്, അതിനെന്തില്ല, ഡയറക്ഷൻ ഇല്ല. എന്നാൽ വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഉണ്ട്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. സ്പീഡിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്? നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് സ്പീഡും എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്പീഡ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വെലോസിറ്റി എന്തൊക്കെയാവാം? പോസിറ്റീവ് ആവാം, സീറോ ആവാം, നെഗറ്റീവ് ആവാം. ഇതൊക്കെയാണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷെ ഇവരുടെ രണ്ടാളുടെയും യൂണിറ്റ് എന്താണ്? സെയിം ആണ്. സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.